ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്കിൽ നമുക്കതങ്ങ് ഉറപ്പിക്കാം റോഹന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞേക്ക് ദീപക്കിന് വരാൻ സമ്മതമാണെന്ന്. ശരി അങ്കിളെ. അമ്മേ, എന്താ അമ്മേ ഇത്? ഞാൻ വന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനാണ്. എന്താ മോനെ? സോറി അങ്കിൾ, ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളൊക്കെ ഇനി അങ്ങോട്ട് എന്റെ ബന്ധുക്കളാൻ പോവാണല്ലോ. ഈ കുടുംബം എന്റെ കുടുംബം പോലെയാണല്ലോ. റോഹൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത്രയൊക്കെ ചുറ്റി വളയ്ക്കേണ്ടതുണ്ടോ? താങ്ക് യു അങ്കിൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദീപകിന്റെ കാര്യമാണ്. ദീപകിനെ കുറിച്ചോ? ദീപകിനെ കുറിച്ച് എന്താ ആന്റി? ദീപകിന് ഗുണമുള്ളൊരു കാര്യം. ദീപകിന്റെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ദീപകിന് സ്വന്തമായ ഒരു വരുമാനം ഇല്ലാതെ പറ്റില്ലല്ലോ. എഡ്യൂസ് എന്ന കമ്പനിയിൽ ദീപക് ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു അല്ലേ? അതെ, അത് ഞാൻ പറഞ്ഞിട്ട് അവൻ അപ്ലൈ ചെയ്തേ. വിവാഹം കഴിഞ്ഞതുകൊണ്ടല്ല. അവന് ജോലി ചെയ്യാനും സ്വന്തം കാര്യങ്ങൾ നോക്കാനും സ്വന്തമായി അധ്വാനിക്കുന്ന ക്യാഷ് മതിയെന്ന് അവൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ. ദീപകിന്റെ വിവാഹം കഴിഞ്ഞല്ലോ ആന്റി. ഇനി ദീപകിന് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഞാൻ ദീപകിന് ഒരു ജോബ് ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജെബിൻ. അവന് ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തായി ബിസിനസ് ഉണ്ട്. ദുബായിൽ അവന്റെ ബിസിനസ് നോക്കിയെടുത്താൻ ഒരു വിശ്വസ്തനായ ഒരാളെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. എന്റെ മനസ്സിൽ സത്യം പറഞ്ഞ ആദ്യം ഓർമ്മ വന്നത് ദീപകിന്റെ മുഖമാണ്. ദീപകിനോടൊരു വാക്ക് ചോദിച്ച് ദീപകിന് സമ്മതമാണെങ്കിൽ അവനോട് പറഞ്ഞ് ഞാൻ ജോലി ശരിയാക്കാം. 1 ലക്ഷം രൂപ അടുത്ത മന്ത് സാലറിയും താമസിക്കാൻ ഫ്ലാറ്റും അവര് പ്രൊവൈഡ് ചെയ്യും. എന്നെ നൈസായിട്ട് ഒഴിവാക്കാനുള്ള അവന്റെ അടവ് കൊള്ളാം. അവന്റെ ഒരു ദുബായ്, അവിടുത്തെ പണിക്ക് എന്റെ പട്ടി പോകും. ദീപകിനും ദിവ്യക്കും കുഞ്ഞിനും അവിടെ സുഖമായിട്ട് ജീവിക്കാം. എനിക്കും ദിവ്യക്കോ? റോഹൻ ഇത് എന്തായി പറയുന്നേ? ഞാൻ ഉദ്ദേശിച്ചതേ, ദുബായിലേക്ക് നിങ്ങൾക്കൊരു ഫാമിലി വിസയാണ്. ഫാമിലി വിസയോ? അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? അല്ല പ്രതാപ, എന്നെ പിരിഞ്ഞ് എങ്ങനെയാ അവൻ? ചേച്ചിയെ പിരിഞ്ഞല്ലേ അവൻ അമേരിക്ക പോയി പഠിച്ചത്. അപ്പൊ പിന്നെ ദുബായ് വരെ പോകുന്നതിന് എന്താ കുഴപ്പം? അമേരിക്ക വരെ പോകുന്ന ദൂരമൊന്നും ദുബായിലേക്കില്ല. ചേച്ചിക്ക് വേണമെങ്കിൽ അവനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും ചെയ്യാലോ. അല്ല പ്രതാപ, അതൊക്കെ ശരിയാവോ? അതേ ശരിയാവുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു ജോലിയൊക്കെ ആകുമ്പോ ഇവന് കുറച്ച് ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാവും. പിന്നെ റോഹൻ പറഞ്ഞതുപോലെ ദീപകിന് ഇപ്പൊ ഒരു കുടുംബമായി. ദീപകിന്റെ ആഗ്രഹം പോലെ സ്വന്തം കാര്യങ്ങൾ ദീപക് തന്നെ സമ്പാദിച്ചു നോക്കട്ടെ. അമ്മേ, ഇതെന്താ അമ്മേ? അവളുടെ കൂടെ ഞാൻ എങ്ങനെയാ അമ്മ ദുബായിക്ക് പോന്നേ? എങ്കിൽ എന്റെ ജീവിതം അതോടെ തീർന്നു. എന്താ ചേച്ചി, അവന് പോവാൻ താല്പര്യമില്ലെന്നാണോ? ആദ്യമൊക്കെ ഒരു മടി ഉണ്ടാകും ദീപക്, അതൊക്കെ സാധാരണല്ലേ. പിന്നെ ഇതൊക്കെ ഒരു ശീലമായിക്കോളും. ദുബായ് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അടിച്ചു പൊളിക്കാൻ, അതും അവളുടെ ആ കുട്ടിയുടെയും കൂടെ നിനക്കിട്ട് ഞാൻ തരുന്നുണ്ടടാ. എങ്കിൽ നമുക്കതങ്ങ് ഉറപ്പിക്കാം റോഹന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞേക്ക് ദീപകിന് വരാൻ സമ്മതമാണെന്ന്. ശരി അങ്കിളെ. അമ്മേ, എന്താ അമ്മേ ഇത്? ആരെന്ത് പറഞ്ഞാലും ഉടനെ അതങ്ങ് നടത്തി കൊടുക്കാൻ നിൽക്കുന്ന ഒരു അമ്മാവൻ. അമ്മ മര്യാദയ്ക്ക് പറഞ്ഞത് മുടയ്ക്കോ? പറയേ. അവൻ തിരക്കിലായിരിക്കും, പക്ഷെ എന്ത് തിരക്കിലാണെങ്കിലും ഞാൻ വിളിച്ച അവൻ ഫോൺ എടുക്കും. റോഹ, വേണ്ട. റോഹന്റെ ഫ്രണ്ടിനെ വിളിക്കണ്ട. എന്താ ചേച്ചി? അല്ല പ്രതാപ, ദിവ്യക്ക് സ്വന്തം പേരിൽ ആധാർ കാർഡ് ഉണ്ടോന്ന് പോലും അറിയില്ല. അവൾക്ക് പാസ്പോർട്ട് എടുക്കണം, വിസ റെഡിയാക്കണം, പിന്നെ കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ്സ്. ഇതൊക്കെ റെഡിയാക്കാൻ തന്നെ
മിനിമം 1-2 മാസം എടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ മോനെ ദൂരത്തേക്ക് അയക്കാൻ പറ്റില്ല പ്രതാപ. ഇവൻ എന്റെ കൂടെയുള്ളതാ എനിക്കൊരു ആശ്വാസം. ചേച്ചി നീ വിഷമിപ്പിക്കല്ലേ പ്രതാപ. ഏയ്, ചേച്ചി അമ്മേ അമ്മേ നിക്കമ്മേ. റോഹൻ, ഐ എം സോറി മോനെ. ചേച്ചിക്ക് ഇങ്ങനെ കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്. നീ എന്തായാലും എനിക്ക് കുറച്ച് സമയം താ. ഞാൻ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനുശേഷം റോഹൻ മോന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചാൽ മതി. ശരി അങ്കിളെ. ഞാൻ ദീപകിന്റെ നല്ല ഭാവി ഉദ്ദേശിച്ച് പറഞ്ഞതേ ഉള്ളൂ. അംബിക ആന്റിയോടൊന്ന് പറഞ്ഞേക്കണേ. ഏയ്, അതൊന്നും സാരമില്ല മോനെ. എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ അങ്കിളെ. അല്ല, റോഹൻ ഇറങ്ങാണോ? എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാം. ഏയ്, പിന്നീട് ഒരിക്കലാകാം അങ്കിളെ. ശരി മോനെ. ഋതികെ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ശരി രാജു. ബൈ സർ. ശരി എന്നാ. ശരി. പ്രതാപേട്ട, മനസ്സിൽ നന്മയുള്ള നല്ല പയ്യന്. മോനെ നീ എന്താ ഈ കാണിക്കുന്നേ? എന്റെ ക്ഷമ നശിച്ചു അമ്മേ. ഇവിടെ എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത്? എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അമ്മേ. എടാ മോനെ, നീ ഇങ്ങനെ ഇടിക്കല്ലേ. നിന്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയാലോ? എടാ കൈ ഇങ്ങോട്ട് കാണിച്ചേ. എന്താ മോനെ ഇത്? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇടി കൊടുക്കേണ്ടത് ഭിത്തിക്കല്ല, അവന്റെ മുഖത്താ കൊടുക്കേണ്ടത്. ആ റോഹന്റെ. എന്താ മോനെ ഇത്? നീ ഒന്ന് സമാധാനപ്പെട്. അമ്മയില്ലേ നിന്റെ കൂടെ? എന്തിനാടാ നിനക്ക് ഇത്രയും ദേഷ്യം? ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതെ ഇരിക്കും അമ്മേ? എന്താ അവിടെ നടന്നത്? അവന് എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ ഇവിടുന്ന് മാറ്റാനായി അവൻ കാണിച്ച ചെറ്റത്തനുണ്ടല്ലോ, അതിനെന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. മോനെ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എടുത്തു ചാടരുതെന്ന്. എടാ, എടുത്തു ചാട്ടം ആപത്താ. എടുത്തു ചാട്ടം കൊണ്ടേ ഇതുവരെ ആർക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. ഇനി എന്താ ആലോചിക്കാനാമേ? എനിക്ക് മനസ്സിലായി. നമ്മുടെയൊക്കെ പ്ലാനെ അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവൻ അത്രയ്ക്ക് നല്ല ആളൊന്നുമല്ല. അവൻ പഠിച്ച കള്ളനാ. അതുകൊണ്ടാ അവൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കിയാലേ അമ്മയ്ക്കുള്ള